നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു 3-ാം ക്ലാസ്സിലെ അറബി പഠന സഹായി ഒരുക്കം അറബിക് 3-ാം തരം അതൊന്ന് പരിചയപ്പെടുകയാണ്. ഇതിലെ കുറച്ചു വാക്കുകൾ, പിന്നെ വ്യാകരണം, അക്കങ്ങൾ അതൊക്കെ നോക്കുന്നതിനൊപ്പം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഭാഷയും സംസ്കാരവും എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അതിനാണ് നമ്മളിതൊന്ന് നോക്കുന്നത്. തീർച്ചയായും. കാരണം ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും വാക്കുകൾ പഠിക്കലല്ലോ. ഒരു ഭാഷ അതിൻ്റെ ലോകത്തെ കാണുന്ന രീതി കൂടി കുട്ടികളിലേക്ക് എങ്ങനെ കൈമാറുന്നു എന്നുള്ളത് രസകരമായ കാര്യമാണ്. അതെ, നമുക്ക് ചില ക്രിയാപദങ്ങളിൽ നിന്ന് തുടങ്ങാം. വളരെ അടിസ്ഥാനപരമായിട്ടുള്ളവ. പൊട്ടി എന്നർത്ഥം വരുന്ന കസറ, പിന്നെ വീണു എന്നതിന് സഹത, എടുത്തു എന്നതിന് അഹദ. അതെ, ഈ ക്രിയകളെല്ലാം ശ്രദ്ധിച്ചാലറിയാം അറബിയിൽ സാധാരണ കാണുന്ന ഒരു 3-അക്ഷര ധാതു ഉണ്ടല്ലോ, അതിൽ നിന്നാണ് വരുന്നത്. ശരിയാണ്. വളരെ ബേസിക്കായിട്ട് തോന്നും, പക്ഷേ ഭാഷയുടെ ആ ഒരു ഘടനയുടെ ആദ്യത്തെ പടിയാണിത്. അതോടൊപ്പം തന്നെ നോക്കൂ, കർഷകൻ, അതായത് മുസാരി എന്ന വാക്കിനൊപ്പം മൊബൈൽ ഫോൺ, ജവാൽ എന്ന പുതിയ വാക്കും കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പോ കുട്ടിയുടെ ചുറ്റുമുള്ള ലോകവുമായിട്ട് ഭാഷയൊന്ന് കണക്ട് ചെയ്യാനുള്ളൊരു ശ്രമം കൂടിയാണ്. അത് ശരിയാണ്. അത് രസകരമായിട്ടുണ്ട്. അതുപോലെ നീ എന്ന് പറയാൻ അറബിയിലെ ഈ ലിംഗഭേദം അനുസരിച്ച് വാക്കുകൾ മാറുമല്ലോ. അതെ. പുരുഷനോട് അൻത എന്നും സ്ത്രീയോട് അൻതി എന്നും. അതെ. ഉദാഹരണത്തിന് ഇപ്പോ യാ ബാസിം അൻത റാഖിസ്, ബാസിമിനോട് പറയുമ്പോ യാ സാലിമ അൻതി റാഖിസ സാലിമയോട് പറയുമ്പോൾ ഇത് മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പുതിയ ഒരു വ്യാകരണ ചിന്ത തന്നെയല്ലേ? തീർച്ചയായും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്കങ്ങനെ നീ എന്നതിന് വ്യത്യാസമില്ലല്ലോ. ഇല്ല. അപ്പോ ഈ ഒരു വ്യത്യാസം ഭാഷകൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത് എന്നതിലെ ഒരു വൈവിധ്യം കൂടിയാണ് കാണിക്കുന്നത്. വെറുതെ നീ എന്നല്ല, സംസാരിക്കുന്നത് ആരോടാണ് എന്നതനുസരിച്ച് വാക്ക് മാറുന്നത്. അത് ഭാഷയുടെ ഘടനയ്ക്കൊരു ആഴം കൊടുക്കുന്നുണ്ട്. ശരിയാണ്. ആ ഒരു അഭിസംബോധന ചെയ്യുന്ന രീതിയും വ്യത്യാസമുണ്ടല്ലേ. നീ, പേര് ഒരു നാമമാകുന്നു എന്ന ആ ഒരു ഘടന. അതെ, അത് അറബിയിലൊരു സാധാരണ സംഭാഷണ ശൈലിയാണ്. ആശയവിനിമയത്തിന് കൂടുതൽ കൃത്യത വരും. ഇനിയിപ്പോ വസ്ത്രങ്ങളുടെ പേരുകൾ. ഷർട്ടിന് ഖമീസ്, പാൻസിന് ബൻതലൂൻ, പിന്നെ ടെക്സ്റ്റൈൽസ് ഷോപ്പ് മഹല്ലുൽ അഖ്മിഷ. സാധാരണ വാക്കുകൾ. അതെ. പക്ഷേ ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്ന ഒരു പഴഞ്ചൊല്ല് അതത്ര സാധാരണമായിട്ട് തോന്നുന്നില്ല. ഏതാണ്? കുലുൽ ഹഖ് വലൗ കാന മുറൻ. ശരിയാണ്. എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയുക. അതെ. ഈ ഒരു ഘട്ടത്തില് ഒരു 3-ാം ക്ലാസ്സിലെ ഇത്ര ഗൗരവമുള്ളൊരു ആശയം കൊടുക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? അതൊരു നല്ല പോയിന്റാണ്. പലപ്പോഴും ഭാഷ പഠിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ മൂല്യങ്ങൾ കൂടിക്കൊടുക്കുക എന്നത് പല വിദ്യാഭ്യാസ രീതികളുടെയും ഒരു ഭാഗമാണ്. ഇവിടെ സത്യസന്ധത എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. ഒരുപക്ഷേ ഭാഷയെ വെറുമൊരു മീഡിയമായി കാണാതെ അതിനൊരു സാംസ്കാരിക ധർമ്മം കൂടിയുണ്ട് എന്ന് കാണുന്നതുകൊണ്ടാവാം ഈ പ്രായത്തിൽ അതിന്റെ മുഴുവൻ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും ആ ഭാഷയോടും സംസ്കാരത്തോടുമൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരു മൂല്യമായിട്ടിത് കുട്ടികളിൽ പതിയാൻ സാധ്യതയുണ്ട്. അതായത് ഭാഷയും മൂല്യവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അതെ. ഇനി അക്കങ്ങളിലേക്ക് വന്നാൽ 10 അഷറ, 20 ഇഷ്റോൺ, അങ്ങനെ 100 മിയ വരെ 10ന്റെ ഗുണിതങ്ങൾ. ആ അറബി അക്കങ്ങൾ എഴുതുന്ന രീതിയും വ്യത്യാസമുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഈ 10ന്റെ ഗുണിതങ്ങൾക്കൊരു പൊതുരീതി കാണാം. ഇഷ്റൂൺ, സലാദൂൻ, അങ്ങനെ ആ ഊൺ എന്നൊരു ശബ്ദം അവസാനം വരുന്നത്. ശരിയാണ്. അക്കങ്ങൾ എന്തായാലും ലോകം മനസ്സിലാക്കാൻ ആവശ്യമുള്ളതാണല്ലോ. അതേതു ഭാഷ പഠിക്കുമ്പോഴും അടിസ്ഥാനപരമായി വരും. അപ്പം നമ്മൾ ഈ 3-ാം ക്ലാസ്സിലെ അറബി പഠന സഹായിലൂടെ കടന്നുപോയപ്പോ കണ്ടത് വെറും വാക്കുകളും അക്കങ്ങളും മാത്രമല്ല, മറിച്ച് ഭാഷയുടെ ആ ഒരു സ്ട്രക്ചർ, അതിന്റെ ഘടന, ഈ 3 അക്ഷരധാതുക്കൾ, ലിംഗഭേദം, അതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം അവരുടെ ലോകവുമായിട്ട്, ഇപ്പോ മൊബൈൽ ഫോൺ പോലുള്ള കാര്യങ്ങൾ, അതുമായി ഭാഷയെ ബന്ധിപ്പിക്കുന്നു. ശരിയാണ്. പിന്നെ വളരെ ശക്തമായ ഒരു സാംസ്കാരിക മൂല്യം ഈ പഴഞ്ചൊല്ലിലൂടെ അടിത്തറയിടാനും ശ്രമിക്കുന്നുണ്ട്. അതെ. വളരെ ലളിതമായ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പോലും ഭാഷ, സംസ്കാരം, പിന്നെ മൂല്യബോധം ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ ഭാഷാപഠനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വീണ്ടും ചിന്തിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. ഒന്ന് പാസ്റ്റ് ടെൻസും മറ്റേത് പ്രസന്റ് ടെൻസും. ഉദാഹരണത്തിന് ദഹബ അവൻ പോയി, അതിന്റെ കൂടെ യദ്ഹബു അവൻ പോകുന്നു.
അതുപോലെ കാല കാല അവൻ പറഞ്ഞു, അതിന്റെ പ്രസന്റ് ടെൻസ് യഖൂലു അവൻ പറയുന്നു. അതായത് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് മാറിയപ്പോൾ മിക്കമാറും ക്രിയകളുടെയും തുടക്കത്തിൽ ഒരു യാ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. ആ ശരിയാണല്ലോ. ദഹബ യദ്ഹബു, കാല യഖൂലു. അതെ, ഇതൊരു കോമൺ പാറ്റേൺ ആണ് അറബിയിൽ. പല ക്രിയകൾക്കും ഒരു മൂന്നക്ഷര റൂട്ട് ഉണ്ടാകും. അതിൽ നിന്നാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു രീതി മനസ്സിലാക്കിയാൽ പുതിയ വാക്കുകൾ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ, അത് കൊള്ളാം. ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് സമാധാനം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതിന് മറുപടിയായിട്ട് വഅലൈക്കും സലാം എന്ന് പറയണം. നിങ്ങൾക്കും സമാധാനം. ഇതൊരു വെറും ആശംസ മാത്രമല്ല, അറബ് കൾച്ചറിൽ ഇതൊരു പ്രാർത്ഥനയാണ്. പരസ്പരം ബഹുമാനം കാണിക്കാനുള്ള ഒരു രീതി കൂടിയാണ്. ആ ഒരു മറുപടി കൊടുക്കുന്ന രീതി തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, കൃത്യമായ മറുപടികളുണ്ട് പലതിനും. അതുപോലെ രാവിലെ കാണുമ്പോൾ സൊബാഹുൽ ഖൈർ, സുപ്രഭാതം. അതിന്റെ മറുപടി സൊബാഹുൻ നൂർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നൂറെന്ന് പറഞ്ഞാൽ പ്രകാശം എന്നല്ലേ? അപ്പോ പ്രകാശത്തിന്റെ പ്രഭാതം എന്നാണോ? എന്തിനാണങ്ങനെ? അതൊരു ഭംഗിയുള്ള പ്രയോഗമാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ നന്മ. അപ്പോൾ ഒരാൾ നന്മയുടെ പ്രഭാതമെന്ന് ആശംസിക്കുമ്പോൾ തിരിച്ച് പ്രകാശത്തിന്റെ പ്രഭാതമെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ, കൂടുതൽ ശോഭയുള്ളൊരർത്ഥം കൊടുക്കാനാണ്.